പരിശുദ്ധമായ വസ്ത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ പരിശുദ്ധിയിൽ ജീവിക്കണം. കുളിക്കുമ്പോ പോലും ഈ ഉത്തരീയം മാറ്റണ്ട. കുളിക്കുമ്പോ നിങ്ങൾ ഇതെടുത്ത് മാറ്റണ്ട, കിടക്കുമ്പോ മാറ്റണ്ട. അതെല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. നീ ഉറങ്ങുമ്പോഴും, നീ ഉണരുമ്പോഴും, നീ ഉണ്ണുമ്പോഴും, നീ നടക്കുമ്പോഴും, ഇരിക്കുമ്പോഴും, കിടക്കുമ്പോഴും നീ അമ്മയുടെ തിരുവസ്ത്രത്തിൽ പൊതിഞ്ഞ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അമ്മ നിന്നെ തിന്മ കാണാതെ കാക്കുകയാണ്. അമ്മ നിന്നെ സംരക്ഷിക്കുകയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർമ്മലീത്ത സഭയ്ക്ക് മാത്രമല്ല അമ്മ ഇങ്ങനെ ആ സംരക്ഷണവുമായി പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഉണ്ടാകും. എല്ലാവരും മാറ്റി നിർത്തുന്ന സമയങ്ങൾ ഉണ്ടാകും. ആർക്കും വേണ്ട എന്ന് പറയപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. നിന്നെ എന്തിനു കൊള്ളാമെന്ന് പറയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഞാൻ തീർന്നു, ഞാൻ നശിച്ചു, ഞാൻ ഇനി ഇല്ല, ഞാൻ ചത്തേ എന്ന് പറയുന്ന ചില നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അടിക്കടി പരാജയങ്ങൾ, പരീക്ഷകൾ എഴുതിയിട്ട് ജയിക്കുന്നില്ല, കടബാധ്യത മാറുന്നില്ല, രോഗം ചികിത്സിച്ചിട്ട് മാറുന്നില്ല, ഇനി ആശുപത്രിയിലേക്ക് വരണ്ട എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ള സമയമുണ്ടാകും. മരണം കാത്തു കിടക്കുന്നു എന്ന തോന്നലുണ്ടാകും. ഇനി ഇങ്ങോട്ട് വരണ്ടാട്ടോ, പാലിയേറ്റീവ് കാണിച്ചാ മതി എന്ന് വലിയ ആശുപത്രിയിൽ നിന്ന് വിധി എഴുതുന്ന സമയമുണ്ടാകും. കുഞ്ഞേ, നീ തീർന്നെന്ന് ലോകം പറയുന്നിടത്ത് നിന്ന് കർത്താവ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതാണ് 1251 ജൂലൈ 16 ഓർമ്മ. ജൂലൈ 16 ഒരു ഓർമ്മയാണ്. എന്താണ് ആ ഓർമ്മ? ലോകം തീർത്തു. ദൈവം ലോകം തീർത്തിടത്ത് നിന്ന്, ലോകം തഴഞ്ഞിടത്ത് നിന്ന്, ലോകം അടിച്ചമർത്തി പരത്തി പേസ്റ്റൊട്ടിച്ച സമയത്ത് നിന്ന്, അല്ലേ നമ്മൾ പറയാറില്ലേ, എന്താക്കി എന്ന് പറയും, പോസ്റ്റാക്കി എന്ന് പറയും, അല്ലേ അല്ലേ, വലിച്ചൊട്ടിച്ചു എന്ന് പറയും, അല്ലേ, ലോകം വലിച്ചു കീറി എന്ന് പറയും. വലിച്ചു കീറി, വലിച്ചൊട്ടിച്ചു എന്ന് ലോകം നിന്നെ കുറിച്ച്, നമ്മെ കുറിച്ച് പറയുന്ന ഒരു സമയത്ത് കർത്താവ് ഇടപെടുമെന്നതിന്റെ ഓർമ്മയാണ് കുഞ്ഞെ ജൂലൈ 16. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഒരു നോട്ടീസ് പോലും അടിക്കാതെ ഈ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരു നോട്ടീസ്, ഒരു പേപ്പർ കഷ്ണം അടിച്ചിട്ടില്ല. ആകെ ഒരു ഫ്ലക്സ് സ്റ്റോളിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു തെരുവിലും ഒരു ഫ്ലക്സും ഒരു കമാനവും വെക്കാതെ 10,000-ഓളം പേര് ഒരുമിച്ച് കൂടിയത് ഈ ഓർമ്മയുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.